പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇന്ത്യ-US വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് പുതിയ ഭരണകൂടവുമായി ചർച്ച ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവകൾ ചുമത്തിയേക്കുമെന്ന ആശങ്കകൾക്കിടയിലാണ് കേന്ദ്രമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം. ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലുള്ള US-ലെ പുതിയ ഭരണകൂടവുമായി ചർച്ചകൾ ആരംഭിക്കാൻ ഇന്ത്യ കാത്തിരിക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. അദ്ദേഹം ഇന്ത്യയുടെ സുഹൃത്താണെന്നും US-ഉമായുള്ള രാജ്യത്തിന്റെ ബന്ധം കൂടുതൽ ശക്തമാകുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ സർക്കാർ അധികാരമേറ്റെടുത്ത് അവരുടെ ഔദ്യോഗികമായ കാഴ്ചപ്പാട് പ്രകടിപ്പിക്കട്ടെ, പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നാണ് കണക്കാക്കുന്നതെന്നും ഗോയൽ പറഞ്ഞു. ഇറക്കുമതിക്ക് 10 മുതൽ 20% വരെ താരിഫുകൾ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. പ്രത്യേകിച്ച് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 60% ലെവി ഏർപ്പെടുത്തുമെന്നും പറഞ്ഞിരുന്നു. US-ന്റെ ഒരു പ്രധാന വ്യാപാര പങ്കാളിയെന്ന നിലയിൽ ഈ ക്രമീകരണങ്ങളുടെ പങ്ക് ഇന്ത്യ അഭിമുഖീകരിക്കുന്നുവെന്ന് വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവർ എക്സിറ്റ് പെർമിറ്റിന്റെ കാലാവധി ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പ്. കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് രാജ്യം വിടേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. റെസിഡൻസി വിസ ലംഘനങ്ങൾ നടത്തിയിട്ടുള്ളവർക്കായി UAE പ്രഖ്യാപിച്ചിട്ടുള്ള പൊതുമാപ്പ് പദ്ധതി പ്രയോജനപ്പെടുത്തുന്നവർ തങ്ങൾക്ക് ലഭിക്കുന്ന എക്സിറ്റ് പെർമിറ്റിന്റെ കാലാവധി ശ്രദ്ധിക്കണമെന്ന് UAE ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. ഈ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് നിയമപരമായി രാജ്യം വിടുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടുള്ളവർക്ക് അനുവദിക്കുന്ന എക്സിറ്റ് പെർമിറ്റുകൾക്ക് 14 ദിവസമാണ് കാലാവധി. എക്സിറ്റ് പെർമിറ്റ് ലഭിക്കുന്നവർ അവയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപായി UAE-യിൽ നിന്ന് മടങ്ങേണ്ടതാണ്. എക്സിറ്റ് പെർമിറ്റുകൾ ഇലക്ട്രോണിക് സംവിധാനങ്ങളിലൂടെയാണ് ലഭ്യമാകുന്നതെന്നും ഇവ അപേക്ഷകരുടെ സ്വന്തം അക്കൗണ്ടിലൂടെയോ കമ്പനി അക്കൗണ്ടിലൂടെയോ ഔദ്യോഗിക ടൈപ്പിംഗ് സെന്ററുകളിലൂടെയോ നേടാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണ നടപടികളുടെ ഭാഗമായി പ്രോത്സാഹന പാക്കേജുകൾ പ്രഖ്യാപിച്ച് ഖത്തർ തൊഴിൽ മന്ത്രാലയം. ആദ്യഘട്ടത്തിൽ 8 മേഖലകളിൽ പദ്ധതി നടപ്പിലാക്കും. സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിൽ മികവ് പുലർത്തുന്ന സ്ഥാപനങ്ങൾക്ക് അവാർഡുകൾ തുടങ്ങിയ ആകർഷകമായ പദ്ധതികളാണ് തൊഴിൽ മന്ത്രാലയം വാഗ്ദാനം ചെയ്യുന്നതെന്ന് തൊഴിൽ മന്ത്രി ഡോക്ടർ അലി ബിൻ സ്മൈഖ് അൽ മറി പറഞ്ഞു. തൊഴിൽ മന്ത്രാലയം സംഘടിപ്പിച്ച സ്വകാര്യ മേഖലയിലെ തൊഴിൽ സ്വദേശിവൽക്കരണം എന്ന വിഷയത്തിലെ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ മേഖലയെ പിന്തുണയ്ക്കുന്നതിനാണ് സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജൂണിലാണ് സ്വദേശിവൽക്കരണത്തിന്റെ പരീക്ഷണഘട്ടം ആരംഭിച്ചത്. 63 സ്ഥാപനങ്ങളാണ് ഇതിൽ സ്വമേധയാ ചേർന്നത്. ഉൽപാദന വ്യവസായം, ലോജിസ്റ്റിക്സ്, ടൂറിസം, IT, ധനകാര്യം, വിദ്യാഭ്യാസം, കൃഷി, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ 8 മേഖലകളിലാണ് സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അബുദാബിയിൽ നിന്ന് ബംഗളൂരു, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലേക്ക് പ്രതിദിന ഫ്ലൈറ്റുകൾ പ്രഖ്യാപിച്ച് ആകാശ എയർ. പ്രവാസി മലയാളികൾക്ക് ഈ സർവീസ് ഉപകാരപ്രദമാകും. മാർച്ച് മുതലായിരിക്കും നേരിട്ടുള്ള പ്രതിദിന ഫ്ലൈറ്റ് സർവീസ് ആകാശ എയർ ആരംഭിക്കുന്നത്. 2 ഫ്ലൈറ്റുകളും നോൺ സ്റ്റോപ്പ് ആയിരിക്കും. ഈ ഫ്ലൈറ്റുകൾക്കുള്ള ബുക്കിംഗ് ഇപ്പോൾ ആകാശ എയർ വെബ്സൈറ്റിലും എയർലൈനിന്റെ മൊബൈൽ ആപ്പുകൾ വഴിയും ഒന്നിലധികം പ്രമുഖ ഓൺലൈൻ ട്രാവൽ ഏജൻസികളിലും ആരംഭിച്ചിട്ടുണ്ടെന്ന് കമ്പനി അറിയിച്ചു. അന്താരാഷ്ട്ര എയർ കണക്ടിവിറ്റി വർദ്ധിപ്പിച്ച് കൂടുതൽ ഇന്ത്യക്കാർക്ക് വിമാനയാത്ര പ്രാപ്യമാക്കുക എന്ന ലക്ഷ്യത്തിനനുസൃതമായാണ് വിപുലീകരണം. വർദ്ധിച്ച കണക്ടിവിറ്റി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, യാത്ര, സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ ആക്കം കൂട്ടാനും പ്രാപ്തമാക്കും. ഇന്ത്യയിലെ 22 നഗരങ്ങളുമായും അന്താരാഷ്ട്ര തലത്തിൽ 5 നഗരങ്ങളിലും ആകാശ എയർ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കണ്ണൂരിൽ നിന്ന് ഗൾഫിലേക്കുള്ള ടിക്കറ്റ് നിരക്കിൽ 15% ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ 6ാം വാർഷികം പ്രമാണിച്ചാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് ദമാം, അബുദാബി, ദോഹ, റിയാദ്, ബഹ്റൈൻ, കുവൈറ്റ്, റാസൽ ഖൈമ, മസ്കറ്റ്, ഷാർജ എന്നിവിടങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾക്കാണ് ഡിസ്കൗണ്ട് ലഭിക്കുക. നേരിട്ടുള്ള വിമാനങ്ങൾക്കും മറ്റു രാജ്യങ്ങൾ വഴിയുള്ള കണക്ഷൻ സർവീസുകൾക്കും ഈ ഡിസ്കൗണ്ട് ലഭിക്കും. ഡിസംബർ 9 വരെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കാണ് ഈ ഓഫർ ബാധകമാകുക.
ഓഫർ ലഭിക്കുന്നതിനായി കണ്ണൂർ എന്ന പ്രൊമോ കോഡ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുക. വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി എയർപോർട്ട് ജീവനക്കാർക്കായി വിവിധ കലാകായിക മത്സരങ്ങളും സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.